പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശനിയാഴ്ച രാത്രിയിൽ നമുക്കൊരുമിച്ച് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധിയിൽ രാത്രി കൂട്ടായ്മയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുവാൻ ഇടയായല്ലോ. ആമേൻ. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഇന്നലെയും ഇന്നുമായി ചില ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ ആമേൻ ചില ബന്ധപ്പാടുകൾ ആമേൻ ഒക്കെ ആമേൻ ഹല്ലേലൂയ അതിൻ്റെ ഓട്ടത്തിലും തിരക്കിലുമൊക്കെ ആയിരുന്നു. ആമേൻ. ഇന്ന് ഈ രാത്രിയിൽ ആമേൻ ദൈവം നൽകിയ ആമേൻ ചിന്തയുമായി സന്ദേശവുമായി ആമേൻ അല്പസമയം ആമേൻ ഈ കൂട്ടായ്മയിൽ ആമേൻ ആയിരിക്കാൻ ദൈവമായ കർത്താവ് എന്നെ കുടുംബത്തെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ ആമേൻ ഈ പാട്ട് ചേർന്ന് ആമേൻ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കുങ്കൂടാവകാശം ലഭ്യമാവാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. കുങ്കൂടാവകാശം ലഭ്യമാവാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി അനുദിനമേനിക്ക്, ദൂതഗണം കാവലായി പാപമെല്ലാം പൊക്കിയാലും പാടും ഞാൻ പരമേശ്വരോ സകലം. ആമേൻ. ഹല്ലേലൂയ. അവനെ ഞാൻ കണ്ടിടുവാൻ എൻ്റെ കണ്കൾ കൊതിച്ചിടുന്നതിയാം കുതുകമോടെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എൻ്റെ കണ്കൾ കൊതിച്ചിടുന്നതിയാം കുതുകമോടെ. കാലമേറെ ചൊല്ലും മുൻപേ കാരണനാദം കേൾക്കുവാൻ, കാലമേറെ ചൊല്ലും മുൻപേ കാരണനാദം കേൾക്കുവാൻ കാരുണ്യവാരിനെ പരമേ. ഹല്ലേലൂയ. ഒട്ടുമേശിയാകെയുള്ള ഉത്തമമാവകാശം ലഭ്യമാകുവാൻ മാറ്റവും മാലിന്യവും ഒട്ടുമേശിയാകെയുള്ള ഉത്തമമാവകാശം ലഭ്യമാകുവാൻ പിത്തമായിട്ടവനെന്നെ ചേർത്തിടും മാണിയരെ, പിത്തമായിട്ടവനെന്നെ ചേർത്തിടും മാണിയരെ. കൂടി കൂടിയുകൾ പാടും ഞാൻ പരമേശ്വരോ സകലം. എന്റെ പാപമെല്ലാം പൊക്കിയാൽ പാടും ഞാൻ പരമേശ്വരോ സകലം. Hallelujah. Thank you, Jesus. Oh, hallelujah. Hallelujah. Thank you, Jesus. Oh, നന്ദി കർത്താവേ. ഇന്ന് രാത്രി ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഭൂലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി
എന്നെയും കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ചൊല്ലിക്കൊണ്ട് അമേൻ വേഗത്തിൽ മുഖവര കൂടാതെ അമേൻ ദൈവം ഇന്ന് രാത്രി അമേൻ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാനും ചിന്തിപ്പാനും ശുശ്രൂഷിപ്പാനുമായി നൽകിയ അമേൻ അതേ ചിന്തകളിലേക്ക് വേദ അമേൻ വചനങ്ങളിലേക്ക് അമേൻ നിങ്ങളുടെ ശ്രദ്ധയെ അമേൻ സാദരം ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രവേശിക്കട്ടെ. പ്രിയമുള്ളവരെ, ബൈബിളിൽ രണ്ട് വലിയ കൂട്ടങ്ങൾ അമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ട് കൂട്ടങ്ങൾ മാത്രമല്ല, അനവധി നിരവധി കൂട്ടങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ഒത്തിരി കൂട്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി വിശുദ്ധ ബൈബിളിൽ രണ്ട് കൂട്ടത്തെ നിങ്ങളുടെ മുമ്പിൽ അതേ വചനാടിസ്ഥാനത്തിൽ ആമേൻ കൊണ്ടുവന്ന് ആമേൻ അതേ ദൈവം എന്നെ ഭരമേൽപ്പിച്ച ചിന്തകൾ ആമേൻ പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ 5000 പുരുഷന്മാരും 5000 സ്ത്രീകളും അവരുടെ മക്കളും യേശുവിന്റെ അടുക്കൽ ആമേൻ അതേ വന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെവിടെയാ? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം ആമേൻ 11-ാം വാക്യം. ആമേൻ ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 11-ാം വാക്യം. അത് പുരുഷാരം അറിഞ്ഞു അവനെ പിന്തുടർന്നു. അവൻ അവരെ കൈക്കൊണ്ടു ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. പകൽ കഴിവാറായപ്പോൾ പന്തിരൂർ അടുത്തു വന്ന അവനോട്, ഇവിടെ നാം മരുഭൂമിയിൽ ആയിരിക്കും കൊണ്ട് പുരുഷാരും ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന് 5 അപ്പവും 2 മീനും അല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനു വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളണമോ എന്ന് അവൻ പറഞ്ഞു. ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തി പന്തിയായി ഇരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു. നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട എടുത്തു. അവൻ തന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അമേൻ. അവൻ അവരോട് സംസാരിച്ചു. അമേൻ. അവരുടെ ഇടയിലുള്ള രോഗികളെ സൗഖ്യമാക്കി. അമേൻ എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അമേൻ വചനം അയച്ച് സൗഖ്യമാക്കുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അമേൻ. അന്ന് 5000 പുരുഷന്മാരും 5000 സ്ത്രീകളും അവരുടെ മക്കളും അടങ്ങുന്ന ആ കൂട്ടത്തിനകത്ത് അമേൻ വചനം കേട്ടവരിൽ അതേ സൗഖ്യം വ്യാപരിപ്പാൻ ഇടയായി. ഇന്ന് രാത്രിയിലും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമേൻ ചിലരുടെ മേൽ സൗഖ്യത്തിന്റെ ആമേൻ അതേ വചനത്തിന്റെ ആമേൻ ആ വിടുതലിന്റെ ശക്തിയെ ആമേൻ വെളിപ്പെടുത്തുവാൻ ദൈവം അതേ മതിയായവനാണ്. ഇന്ന് രാത്രി ഏത് രോഗമാകട്ടെ, ഏത് വിഷയവുമാകട്ടെ, ഏത് പ്രതിസന്ധിയുമാകട്ടെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ വചനം കേട്ടവരുടെ മേൽ അത് വെളിപ്പെട്ട ആ ദൈവിക ശക്തി വിടുതലായി ഇന്ന് രാത്രിയിലും ആമേൻ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അവർ വചനം കേട്ടു. ഹല്ലേലൂയ. അവർ ഭക്ഷണം കഴിച്ചു. ആമേൻ. അവർ തൃപ്തരായി.
ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ. 5000-ത്തിലധികം ആമേൻ വരുന്ന ജനം, ആമേൻ 10,000-ത്തിലധികം വരുന്ന ജനം, ഹല്ലേലൂയ, അവർ എന്ത് കേട്ടു? വചനം കേട്ടു. വലിയൊരു കൂട്ടം വചനം കേട്ടു. ഹല്ലേലൂയ. ഇന്നും നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും വലിയ കൂട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൂടുന്നു, വചനം കേൾക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അവർ വചനം കേൾക്കുക മാത്രമല്ല, കൂടി വന്ന ജനത്തിന് ആമേൻ ഭക്ഷിപ്പാൻ വചനം ആമേൻ ഭക്ഷിപ്പാൻ ആഹാരം കൊടുത്തു വന്ന. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ലേ? വലിയ ക്രൂസൈഡുകള്, വലിയ ക്രൗഡ്, വലിയ കൂട്ടം ജനങ്ങള്, അവർക്കൊക്കെ ഇഷ്ടം പോലെ മൃഷ്ടാനമായി കഴിക്കുവാനുള്ള ആമേൻ ഇന്നത്തെ ആമേൻ അതെ ട്രെൻഡിലുള്ള ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത ദിവസം കണ്ടു തട്ടുകടകളും ആമേൻ തട്ട് ദോശകളും ആമേൻ എന്ന് വേണ്ട എല്ലാം ഇന്നത്തെ വലിയ കൂട്ടത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അന്ന് യേശുവിന്റെ കാലത്ത് വലിയ കൂട്ടത്തിന് ആമേൻ എന്ത് ആമേൻ 5000 ആമേൻ 10,000 അല്ല അവരുടെ മക്കളും അടങ്ങുന്ന ആ വലിയ കൂട്ടത്തിന് തിന്ന് തൃപ്തിയാകത്തക്ക വിധത്തിൽ ആഹാരത്തെ കൊടുത്ത ആമേൻ ഒരു ആമേൻ അതെ ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ. അതാ ഇന്ന് രാത്രി നാം വായിച്ചത്. ഹല്ലേലൂയ. അന്ന് കൂടിയ കൂട്ടത്തിന് ആഹാരമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൂടുന്ന കൂട്ടത്തിനും ആയിക്കൂടെ? ഹല്ലേലൂയ. അന്ന് തട്ടുകട ഉണ്ടായിരുന്നില്ല, അന്ന് യേശു ആമേൻ ഹല്ലേലൂയ ആമേൻ ആ ചെറിയ ആമേൻ അതെ ആ ഭക്ഷണത്തെ അത്രയും പേർക്ക് എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന്. ഹല്ലേലൂയ. അവർ തൃപ്തരായെന്ന്. പിന്നെ എല്ലാവരും അവരുടെ വീടുകളിലേക്ക് എന്ത് ചെയ്തു? പോയി. ഹല്ലേലൂയ. പക്ഷേ മറ്റൊരു ഭാഗം, ഹല്ലേലൂയ, മറ്റൊരു കൂട്ടം, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ ആ കൂട്ടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാം. പ്രവർത്തികളുടെ പുസ്തകം ആമേൻ 1-ാം അധ്യായം 15-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ട്. ഹല്ലേലൂയ. വലിയ കൂട്ടത്തിന് വചന കേൾവി ഉണ്ടായിരുന്നു, വലിയ കൂട്ടത്തിന് ആമേൻ ആഹാരമുണ്ടായിരുന്നു. അവർ തൃപ്തരായി വീട്ടിലേക്ക് പോയി. ഇവിടെ ഇതാ പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഒരു കൂട്ടത്തെ കാണുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ട്. ആ കാലത്ത് ഏകദേശം 120 പേർ ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ സഹോദരന്മാരുടെ നോക്കണമേ. ആമേൻ 5000 ഇല്ല കേട്ടോ, ആമേൻ 10,000 ഇല്ല കേട്ടോ, 15,000 ഇല്ല കേട്ടോ, ആമേൻ വളരെ ചുരുങ്ങിയ ഒരു കൂട്ടം 120 പേർ. ഹല്ലേലൂയ. പ്രവർത്തികളുടെ പുസ്തകത്തിൽ കാണുന്നു അവിടെ ഏകദേശം 120 പേർ ഒരു മനസ്സോടെ കാത്തിരുന്നു. ഹല്ലേലൂയ. ആമേൻ 5000-ൽ അധികം കൂടിയ കൂട്ടത്തിനകത്ത് രോഗികൾ സൗഖ്യമായി. ഭക്ഷണം കഴിച്ചു. ആമേൻ തൃപ്തരായി വചനം കേട്ട് വീട്ടിലേക്ക് പോയപ്പോൾ ഇവിടെ വചനം പറയുന്നു ഏകദേശം 120 പേർ ഒരു മനസ്സോടെ കാത്തിരുന്നു. ആമേൻ. അവർ ഭക്ഷണം ആമേൻ കഴിച്ചില്ല, അവർ ഭക്ഷണം തേടിയില്ല, അവർ അത്ഭുതം ചോദിച്ചില്ല. അവർ വാഗ്ദത്തം കാത്തിരുന്നു. ഇന്ന് രാത്രി വലിയ കൂട്ടം വചനം കേൾക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ, പലതിലും തൃപ്തരായി പോകുവാൻ പലരും കൂടുമ്പോ ഇതാ 120 പേരടങ്ങുന്ന ഒരു കൂട്ടം ഭക്ഷണത്തിന് വേണ്ടിയല്ല, ആമേൻ, അവർ കാത്തിരുന്നത് സൗഖ്യത്തിന് വേണ്ടിയല്ല. അവർ കാത്തിരുന്നത് തൃപ്തരാകുവാൻ. ഹല്ലേലൂയ. പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവാൻ കാത്തിരിക്കുകയാ. ഇന്ന് രാത്രി നീ കൂടുന്നത് അപ്പത്തിന് വേണ്ടിയാണോ? നീ കൂടുന്നത് മറ്റെന്തെങ്കിലും ബിസിനസിന് വേണ്ടിയാണോ? നീ കൂടുന്നത് കേവലം രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ? നീ കൂടുന്ന കൂട്ടത്തിൽ വലിയ കൂട്ടങ്ങൾ ഉണ്ടാകാം. കൂടുന്ന കൂട്ടത്തിന് ഇഷ്ടം പോലെ കഴിക്കുവാനുള്ള ആമേൻ ആഹാരങ്ങൾ ഉണ്ടാകാം. എന്നാൽ 120 പേര് കൂടിയ കൂട്ടത്തിനകത്ത് ആഹാരത്തിനല്ല പ്രാധാന്യം കേട്ടോ, മറ്റ് ബിസിനസിനല്ല കേട്ടോ പ്രാധാന്യം. ആ 120 പേര് കൂടുവാൻ കാരണമെന്താ? അവർ വാഗ്ദത്തം കാത്തിരുന്നു. ആമേൻ. ഇന്ന് ചോദ്യം ഇതാണ്, നീ ഏത് കൂട്ടത്തിലാണ്? കേൾക്കുന്നവരുടെ കൂട്ടത്തിലോ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലോ? ഇന്ന് രാത്രി വലിയ കൂട്ടത്തിനകത്ത് നീ ഇരുന്നാൽ ഒരു പക്ഷേ നിനക്ക് തൃപ്തി ഉണ്ടാകും.
നിന്റെ വിശപ്പ് മാറും. എന്നാൽ 120 പേര് അടങ്ങിയ കൂട്ടത്തിനകത്തിരുന്നവർ പ്രാപിച്ച അഭിഷേകം മുടന്തനെ എഴുന്നേൽപ്പിച്ചതാണ്. ഓ സൗഖ്യമാക്കുന്ന, ഓ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്ന ശുശ്രൂഷ പ്രാപിക്കുന്നതാണ് ഇന്ന് രാത്രി. ഓ വിശപ്പ് മാറുന്ന അപ്പത്തിന്റെ പുറകെയല്ല, ഓ ബിസിനസിന്റെ പുറകെയല്ല, മറ്റ് ആമേൻ രോഗിയുടെ കാലത്ത് ആമേൻ കൊടുത്തു വാങ്ങിയോ, ആമേൻ കഴിച്ചു കഴിപ്പിച്ചു, ആമേൻ നടന്നുവരെ പോലെയല്ല. 120 പേര് ഒരു മനപ്പെട്ട് ഒരു മനസ്സോടെ ഓ കേട്ട വാഗ്ദത്തം പ്രാപിപ്പാൻ ഇന്ന് രാത്രി ഹല്ലേലൂയ കേൾക്കുന്നവരുടെ കൂട്ടത്തിലോ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലോ ഹല്ലേലൂയ ആമേൻ കേട്ടു, ആമേൻ ഭക്ഷിച്ചു, ആമേൻ സൗഖ്യമായി, അതേ തൃപ്തരായി വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ ഇതാ കേട്ടു കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി കാത്തിരിക്കുന്നവർ ആമേൻ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്ന് 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 ഉയരുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ, ചില തലമുറകളുടെ മേൽ ദൈവം പകരുന്ന രാത്രി എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ ആൻപൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. വലിയ കൂട്ടം സ്തോത്രം ഹല്ലേലൂയ. താൽക്കാലികമായ ആവശ്യങ്ങൾ എന്താണ്? 5000 പ്ലസ് 5000 പ്ലസ് ആമേൻ 5000 എബോവ് ഹല്ലേലൂയ ആമേൻ. 5000 സ്ത്രീകളും 5000 പുരുഷന്മാരും അവരുടെ മക്കളും അല്ലേ. അപ്പൊ വലിയൊരു കൂട്ടം ഹല്ലേലൂയ. അതൊരു വലിയ സഭയാണ്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് പലരും പറയുന്നു ഞങ്ങളുടെ സഭയുണ്ടല്ലോ, ഓ വലുപ്പത്തിൽ വലിയ സഭയാ. ഹല്ലേലൂയ പെരുപ്പത്തിൽ വലിയ സഭയാ. ഓ ഞങ്ങളുടെ സഭയിൽ എന്തുണ്ട്? ഭക്ഷണമുണ്ട്. ഞങ്ങളെല്ലാം പിരിയുമ്പോൾ ഞങ്ങൾക്ക് തൃപ്തിയോടെ കഴിച്ച് പിരിയാനുള്ള എല്ലാമുണ്ട് അല്ലേ. ഹല്ലേലൂയ ഓ വലിയ മീറ്റിംഗ് ആണ്. ഹല്ലേലൂയ ഞങ്ങൾക്ക് ആമേൻ ഭക്ഷണം തരണം. ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം ആമേൻ 6-ാം അധ്യായം ആമേൻ വായിക്കുമ്പോൾ അവിടെ ആമേൻ യേശു ഭക്ഷണം കൊടുത്തു. അവർ അത്ഭുതം കണ്ടു, അവർ വയറ് നിറച്ചു. പക്ഷേ അടുത്ത ദിവസം ഹല്ലേലൂയ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടതിനാലല്ല, അപ്പം കഴിച്ചു തൃപ്തി ആയതുകൊണ്ടാണ് എന്ന് യേശു പറയുകയുണ്ടായി. 6-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ഹല്ലേലൂയ Thank you, Jesus. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ അവർ വചനം ആഗ്രഹിച്ചില്ല. ആമേൻ അവർ ജീവൻ അന്വേഷിച്ചില്ല. ആമേൻ അവർ അപ്പം മാത്രം അന്വേഷിച്ചു. ഹല്ലേലൂയ ഇന്നത്തെ കാലഘട്ടവും അങ്ങനെ തന്നെയല്ലേ. ഹല്ലേലൂയ അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ പ്രശ്നം മാറണം, രോഗം മാറണം, ആമേൻ കടം മാറണം. പ്രൈസ് ദി ലോർഡ്. കടം തീരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും അങ്ങനെയുള്ള കൂട്ടത്തിനകത്ത് പോയിരുന്ന് ഓ എന്റെ കടം തീരണം, എന്റെ രോഗം മാറണം, എന്റെ പ്രശ്നം മാറണം എന്നുള്ള ചിന്താഗതിയോടെ ആയിരിക്കുന്ന അനേകര് വലിയ കൂട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ എന്നാൽ ജീവിതം ആമേൻ ഹല്ലേലൂയ മാറണമെന്ന് അവരാഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ അതെ 120 പേര് വാഗ്ദത്തത്തിനായി കാത്ത് ഇരുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 24:49. ഹല്ലേലൂയ വേഗത്തിൽ വായിച്ചാട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24:49. ഹല്ലേലൂയ എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. നഗരത്തിൽ പാർപ്പിൻ എന്ന് എന്ന് അവരോട് പറഞ്ഞു. അനന്തരം
അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി. നോക്കണേ, ഹല്ലേലൂയ. ഈ ദൂത് കേട്ടവർ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ 120 പേര് മാത്രം അടങ്ങുന്ന ഒരു ചെറിയ കൂട്ടമേ ആമേൻ ആ കാത്തിരിപ്പിനകത്തുണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനം കേൾക്കാൻ ഒത്തിരി പേര് കൂടാറുണ്ട്. ആമേൻ വിടുതൽ പ്രാപിക്കാൻ ഒത്തിരി പേര് കൂടാറുണ്ട്. ആമേൻ കടം തീർന്നു കിട്ടാൻ ഒത്തിരി പേര് കൂടാറുണ്ട്. ആമേൻ അങ്ങനെ പലതിനും ഒത്തിരി പേര് കൂടാറുണ്ട്. ആ കൂട്ടത്തിനൊക്കെ വയറ് നിറച്ച് കഴിക്കാനുള്ള തട്ടുകടയും അല്ലാത്തതും എല്ലാം ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. എന്നാൽ ആമേൻ ഒന്നുകൂടെ വായിച്ചേ, ഹല്ലേലൂയ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ കാത്തിരിക്കുക. എന്തിന്? മുകളിൽ നിന്നുള്ള ശക്തി ലഭിക്കുന്നത് വരെ. ഹല്ലേലൂയ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനത്തെ കൂട്ടുപിടിക്കാനല്ല. ആമേൻ. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഇവിടുത്തെ ആമേൻ ജനത്തെ കൂട്ടുപിടിക്കാനല്ല. ഇവിടുത്തെ ആമേൻ ഹല്ലേലൂയ ആമേൻ സെറ്റപ്പിനെ കൂട്ടുപിടിക്കുവാനല്ല. ആമേൻ ഉയരത്തിലെ ശക്തി ഹല്ലേലൂയ നിന്റെ മേൽ ഉണ്ടെങ്കിൽ ആമേൻ ആ ശക്തിയോടെ നിങ്ങൾ പോയാൽ ആമേൻ ആമേൻ ചിലത് നിങ്ങൾക്ക് കീഴടങ്ങുവാനിടയാകും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ അവിടെ ഉണ്ടായത് പ്രസംഗമില്ല, പ്രൈസ് ദി ലോർഡ്, സംഗീതമില്ല, ആമേൻ അത്ഭുതമില്ല, പിന്നെന്തായിരുന്നു? കാത്തിരിപ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ കാത്തിരിപ്പ് മാത്രം. ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ പിതാവ് കേൾപ്പിച്ച, പിതാവിനോട് കേട്ട ചില വാഗ്ദത്തങ്ങളുടെ നിറവേറിനായി കാത്തിരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവ് കാണുകയാണ്. നിന്റെ കാത്തിരിപ്പ് വൃഥാഭാഗത്തില്ല. നീ കേട്ട ദൂത് നിറവേറുവാൻ പോകുകയാ. ഈ 2026 ആണ്ടിന്റെ ആദ്യ മാസം ആമേൻ ഇനി തീരുവാൻ ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ നീ കേട്ട ആ ദൂതില്ലേ, ഹല്ലേലൂയ, അത് കാത്ത് ആമേൻ ഇരിക്കുകയാണോ? അത് പ്രാപിക്കുവാൻ നീ തയ്യാറാകുകയാണോ? ആമേൻ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം, ഹല്ലേലൂയ, ആമേൻ. നീ വെയിറ്റ് ചെയ്യുകയാണോ? ആമേൻ. നീ കാത്തിരിക്കുകയാണോ? അത് വരും നിശ്ചയം. അതിനായി കാത്തിരിക്കുക. അത് താമസിക്കത്തില്ലെന്ന്. ആമേൻ. അവർ ചെറിയ കൂട്ടമായിരുന്നു. ആമേൻ. വലിയ കൂട്ടമായിരുന്നില്ല കേട്ടോ. 5000-ഓ 10,000-ഓ 15,000-ഓ എപ്പോ ഒന്നുമില്ലായിരുന്നു. ആമേൻ. ഭക്ഷണമില്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവിടെ സൗഖ്യം ഹല്ലേലൂയ വ്യാപരിക്കുന്നത് കണ്ടില്ല. പക്ഷേ ആ ചെറിയ കൂട്ടം, ആ കൂട്ടത്തിലൂടെയാണ് ലോകം മാറിയത്. ഇന്ന് ദൈവം വലിയ കൂട്ടത്തെയല്ല, കാത്തിരിക്കുന്ന ഹൃദയങ്ങളെ തിരിയുന്നു. ഇന്ന് രാത്രി നിന്നിലൂടെ ഹല്ലേലൂയ ലോകം അസമാധാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കൊലപാതകങ്ങൾ അത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, വലിയ കൂട്ടങ്ങളിൽ ആമേൻ വചനം കേൾക്കുവാൻ ആളുകൾ കൂടുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവർ വീടുകളിലേക്ക് പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി ആമേൻ നീ കാത്തിരിക്കുന്നത് ഒറ്റയ്ക്കാണോ? മാളിക മുറിക്കകത്ത് കയറിയിരിക്കുന്ന നിന്നിൽ വെളിപ്പെടുന്ന ദൈവശക്തി ലോകത്തെ മാറ്റുന്നതാണ്. ലോകത്ത് ആമേൻ അതെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളെ തകർക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ ഹല്ലേലൂയ യാഥാർത്ഥ്യമൊന്ന് നോക്കിക്കേ. ഈ ലോകത്ത് ആത്മഹത്യ വർദ്ധിക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു, ലൈംഗിക അശുദ്ധി, സാധാരണ മനുഷ്യനോട് കരുണയില്ല. ഹല്ലേലൂയ. നോക്കണേ, സഭകൾ നിറയുന്നു, പക്ഷേ ജീവിതങ്ങൾ ശൂന്യമാണ്. കാരണം നാം കേൾക്കുന്നു, പക്ഷേ കാത്തിരിക്കുന്നില്ല. നാം ഭക്ഷിക്കുന്നു, പക്ഷെ പരിവർത്തനം നടക്കുന്നില്ല. 2 തിമോഥെയോസിന് എഴുതിയ ആമേൻ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ ദൈവത്തിന്റെ ശക്തിയെ നിഷേധിക്കുന്നവരാ. ഹല്ലേലൂയ. വായിച്ചാട്ട
ആമേൻ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ഹല്ലേലൂയ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ശ്രദ്ധിക്കണം. വലിയ കൂട്ടം ആമേൻ കൂടുന്നു. ആമേൻ. അവർ അതേ കഴിക്കുന്നു. ആമേൻ. അവർ വിവാഹം കഴിപ്പിക്കുന്നു. അവർ വിവാഹം കഴിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ വലിയ കൂട്ടത്തിനകത്തൊക്കെ പോകുന്നവരുടെ ആമേൻ ചില ഉദ്ദേശം എന്താണെന്നറിയോ? അവിടെ ചെന്നാൽ നമുക്ക് പറ്റിയതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. പല ബിസിനസ്സുകളും അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരെയും അല്ല കേട്ടോ. ആമേൻ. വലിയ കൂട്ടം ആമേൻ സൗഖ്യം പ്രാപിച്ചെന്ന്. ആമേൻ. വലിയ കൂട്ടം ഭക്ഷണം കഴിച്ച് തൃപ്തരായി അവർ വീട്ടിൽ പോയെന്ന്. എന്നാൽ പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിപ്പാൻ കാത്തിരിക്കാൻ 120 പേരാ ഉണ്ടായത്. അവരിലൂടെയാണ് ചരിത്രം ആമേൻ സൃഷ്ടിക്കുവാൻ, ചരിത്രം ആമേൻ ഹല്ലേലൂയ സംഭവിപ്പാൻ ഇടയായത്. ഹല്ലേലൂയ. ആമേൻ. വിടുതൽ എവിടെ നിന്ന് വരുന്നു പ്രിയരെ? ഹല്ലേലൂയ. 5000 പേർക്ക് ആമേൻ വയറിന്റെ തൃപ്തി ലഭിച്ചു. 5000-ൽ അധികം പേർക്ക് അല്ലെ 10,000 15,000 എപ്പോ അത്രയും പേർക്ക് എന്ത് തൃപ്തി ലഭിച്ചു? വയറിന് തൃപ്തി ലഭിച്ചു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ 120 പേർക്ക് ആത്മാവിന്റെ തീ ലഭിച്ചു. ഹല്ലേലൂയ. ആത്മാവിന്റെ തീ, ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഓ ജീസസ്. ഹല്ലേലൂയ. 5000 പേര് ആമേൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. 15,000 പേര് കൂടിയെടുത്ത് ഓ വചനം കേട്ടവർ സൗഖ്യമായി. ഹല്ലേലൂയ. ആമേൻ. അവിടെ അത്ഭുതങ്ങൾ നടന്നു. ഹല്ലേലൂയ. അവർ ഭക്ഷിച്ചു. ആമേൻ. അവർ വീട്ടിലേക്ക് പോയി. എന്നാൽ പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു: എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. 5000 പേര് കൂടിയെടുത്ത് ആമേൻ വെളിപ്പെടാത്തത്. 5000-ൽ പേർ കൂടിയെടുത്ത് വെളിപ്പെടാത്തത്. യോവേലിന്റെ കാലത്ത് പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തി ആമേൻ ആ വലിയ ക്രൂസൈഡിൽ കണ്ടില്ല കേട്ടോ. 120 പേര് അടങ്ങിയ ആ കൂട്ടത്തിനകത്ത് അവർ ഒരുമനപ്പെട്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ആ പ്രവചനത്തിന്റെ നിവർത്തി കണ്ടെങ്കിൽ ഇന്ന് രാത്രി നീയും നിന്റെ കുടുംബവും മാത്രമേ ഉള്ളൂ. ഓ ആഹാരമില്ലേ? കേട്ട വാഗ്ദത്തം പ്രാപിപ്പാൻ നീ കാത്തിരിക്കുകയാണോ? വചനപ്രകാരം ഒരുമനപ്പെട്ട് ആമേൻ ഒരുമനപ്പെട്ട് ഒരു മനസ്സോടെ ആമേൻ വചനത്തെ പ്രാപിക്കുവാൻ, ആ വാഗ്ദത്തം പ്രാപിപ്പാൻ നീ ആയിരിക്കുന്നുവെങ്കിൽ ആ കേട്ട ദൂത നിന്നിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ ശുശ്രൂഷയിലൂടെ, നിന്റെ തലമുറയിലൂടെ ദേശം കാണുക വെളിപ്പെടുവാൻ ഇടയാകും. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഭയം മാറി. സ്തോത്രം. 120 പേര് കൂടിയിരുന്നിടത്ത് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം മൂലം, ഹല്ലേലൂയ, ദൈവശക്തി മൂലം എന്തു മാറി? ഭയം മാറി. പ്രൈസ് ദി ലോർഡ്. വലിയ കൂട്ടത്തിനകത്ത് പോയി കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഭയവാ. ജപ്തി ചെയ്യുവോ? ആമേൻ. മക്കള് തകർന്നു പോകുമോ? ഓ ഡോക്ടർ തന്ന കുറിപ്പ് ആമേൻ മരണം വാതിക്കൽ. ഹല്ലേലൂയ. പലതും സംഭവിക്കും. ആമേൻ. വലിയ കൂട്ടം. ഓ ആഹാരം തൃപ്തി എല്ലാം ഉണ്ട്, പക്ഷെ ഭയമാ. എന്നാൽ ചെറിയ കൂട്ടം ആമേൻ ആ കൂടിയിരുന്നെടുത്ത് വെളിപ്പെട്ട ആത്മസാന്നിധ്യത്തിനകത്ത് നിന്ന് അവർ വെളിയിലേക്ക് വരുമ്പോ അവരുടെ ഭയം മാറിയെന്ന്, അവർക്ക് ധൈര്യം വന്നെന്ന്, പാപബോധമുണ്ടായെന്ന്, ജീവിതം മാറിയെന്ന്. ഇത് തന്നെയാണ് വിടുതൽ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ ദൈവ പ്രവൃത്തി വെളിപ്പെട്ട
വെളിപ്പെട്ട ഉയരത്തിലെ ശക്തി ഇറങ്ങിയ ആ കേട്ട വാഗ്ദത്തം നിറവേറിയ നിന്റെ ഭയം മാറും, നിനക്ക് ധൈര്യം വരും, പാപബോധമുണ്ടാകും, ജീവിതം മാറും. ആമേൻ. ഇത് തന്നെയാണ് വിടുതൽ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? കൂട്ടത്തിനകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി എന്റെ റൂമിൽ വെളിപ്പെട്ടാൽ, എന്റെ വീട്ടിൽ വെളിപ്പെട്ടാൽ, എന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടാൽ, എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, എന്റെ തലമുറയിൽ വെളിപ്പെട്ടാൽ, ഓ ഭയം മാറും, ഭീതി മാറും, ഓ പാപത്തിന്റെ ബന്ധനങ്ങൾ തകരും. ഹല്ലേലൂയ. ഓ ഇതിനെയാണ് വിടുതൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ദൈവം നിന്നോട് ചോദിക്കുന്നു, ആമേൻ, നീ ഭക്ഷണം മാത്രം തേടുന്നവനാണോ എന്ന് വെച്ചാൽ ഈ ഭൗതികമായ ലോകത്ത് ഭൗതികമായ ഒരു വിടുതൽ മാത്രം തേടി നടക്കുന്നവനാണോ, തേടുന്നവളാണോ? അല്ല. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അതാണ് നിത്യജീവൻ. ആ നിത്യജീവനെ കുറിച്ച് തേടുന്നവനാണോ? നിത്യജീവനെ കുറിച്ച് കാഴ്ചപ്പാടുള്ളവനാണോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ. ഹല്ലേലൂയ. ഏത് കൂട്ടത്തിലാ? വലിയ കൂട്ടത്തിൽ വചനം കേട്ടു, സൗഖ്യം പ്രാപിച്ചു, ഭക്ഷണം കഴിച്ചു, തൃപ്തരായി വീട്ടിലേക്ക് പോയ കൂട്ടത്തിലോ? ആമേൻ. 120 പേരടങ്ങിയ കൂട്ടം. ആമേൻ. വാഗ്ദത്തം പ്രാപിപ്പാൻ മാളിക മുറിക്കകത്തിരുന്ന് അതേ പ്രാപിച്ച കൂട്ടത്തിലോ? ഹല്ലേലൂയ. വായിച്ചാട്ടെ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. കാത്തിരിക്കുന്ന കൂട്ടത്തിലേക്ക് ദൈവം നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. കം ഓൺ. ഇന്ന് രാത്രി അതേ സ്നേഹിത, അതേ കൂടപ്പുറപ്പേ, അതേ മാതാവേ, അതേ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ദൈവം നിന്നെ വിളിക്കുന്ന രാത്രിയെ. കം ഓൺ, കം ഓൺ, കം ഓൺ. ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ ആ കൂട്ടത്തിൽ കൂടുവാൻ, ആ കൂട്ടത്തിൽ ഒന്ന് ഒരുമനപ്പെടാൻ, ആ കൂട്ടത്തിൽ ഒന്ന് ഐക്യതപ്പെടുവാൻ, ആ കൂട്ടത്തിനകത്തൊന്ന് ഇരിക്കുവാൻ? ഹല്ലേലൂയ. ആമേൻ. നീ ഇരിക്കുന്നിടത്ത് ആമേൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ശക്തിയുണ്ട്. അത് വചനത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന കൂട്ടത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. വലിയ കൂട്ടത്തിൽ നിന്ന് കാത്തിരിക്കുന്ന കൂട്ടത്തിലേക്ക്. ഹല്ലേലൂയ. ഓ വലിയ കൂട്ടത്തിനകത്ത് നിന്ന് കാത്തിരിക്കുന്ന ആമേൻ. ഹല്ലേലൂയ. ആ കൂട്ടത്തിലേക്ക് പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം സഭയോട് ആമേൻ, ആമേൻ, ഹല്ലേലൂയ ചോദിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് പൊതുവായ ക്ഷണമല്ല, തിരഞ്ഞെടുക്കലിന്റെ വിളിയാണ്. ഹല്ലേലൂയ. ആമേൻ. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകട്ടോ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ദേശത്ത് നിന്ന് വിളി കേട്ടിറങ്ങിയ ഒത്തിരി പേരുണ്ടാകാം. ഓ നിന്റെ നാട്ടിൽ നിന്ന് ഇറങ്ങിയവരുണ്ടാകാം. ഓ പലരും ഉണ്ടാകാം. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാ. ഹല്ലേലൂയ. ആമേൻ. തെരഞ്ഞെടുക്കലിന്റെ വിളിയാണ് ഇന്ന് രാത്രി. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വേഗം വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ഷാൽകാ റാസിയാലാ തേരേകെ ഓ റാകാ പാപാ റീഗാമാന സാംതേ രേകേനേസെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 22-ാം അധ്യായം 14-ാം വാക്യം. വിളിക്കപ്പെട്ടവർ അനേകർ, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. ഹല്ലേലൂയ. പലരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ആമേൻ, ആമേൻ. അതെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ കുറവാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് കൂട്ടത്തിന്റെ പ്രശ്നമല്ല കേട്ടോ. ആമേൻ. കാത്തിരിപ്പിന്റെ പ്രശ്നമാണ്. ആമേൻ. വലിയവര് കൂടിയാലും ചെറിയവര് കൂടിയാലും ആമേൻ കൂട്ടം എനിക്ക് വിഷയമല്ല. കൂടുന്നവർ കാത്തിരിക്കുവാൻ തയ്യാറാണോ? Praise the Lord. Hallelujah. ആമേൻ. വലിയ കൂട്ടത്തിന് ഞാൻ എതിരല്ല കേട്ടോ. ആമേൻ. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്നും വലിയ കൂട്ടങ്ങൾ കൂടാറുണ്ട്. ആമേൻ. വലിയ കൂട്ടത്തിന് ആമേൻ തൃപ്തികരമായ ഭക്ഷണമുണ്ട്. ആമേൻ. വചനം കേൾക്കുന്നവർ സൗഖ്യമാകുന്നുണ്ട്. പക്ഷേ അവരൊക്കെ വീട്ടിലേക്ക് പോകുകയാ. അവരുടേതാവുന്ന ആമേൻ സ്റ്റൈലുകളിൽ, അവരുടേതാകുന്ന ശൈലികളിൽ അവർ പോകുകയാ. എന്നാൽ 120 പേരുണ്ട്
ആണല്ലോ. കൂടിയിരുന്നപ്പോൾ അവരിൽ വ്യാപരിച്ച ആ ദൈവിക ആ ശക്തിയുമായി അവർ പോയെടുത്തൊക്കെ ഹല്ലേലൂയ 3000 ഹല്ലേലൂയ വിടുവിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ അതേ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ നിന്നിലൂടെ വലിയ കൂട്ടം ആമേൻ ദൈവസഭയുടെ അംഗങ്ങളായി മാറുമ്പോൾ ആമേൻ അവർ വലിയ കൂട്ടമായി ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടാതെ പ്രാദേശികമായ സഭകൾ ഉണ്ടാകുകയാണ്. ആമേൻ റോമിലുണ്ടായി, ഗലാത്യയിലുണ്ടായി, എഫെസസിലുണ്ടായി, ഗലാത്യയിലുണ്ടായി, കൊരിന്തിലുണ്ടായി, ഹല്ലേലൂയ എബ്രായയിലുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ആമേൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ സഭകൾ ആമേൻ എണ്ണത്തിൽ പെരുകുവാൻ തുടങ്ങി. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ ഇത് കൂട്ടത്തിന്റെ പ്രശ്നമല്ല, കാത്തിരിപ്പിന്റെ പ്രശ്നമാണ്. ആമേൻ വലിയ കൂട്ടം കേൾക്കുന്നവർ അല്ലേ. മത്തായി സുവിശേഷം 14 അധ്യായം ആമേൻ 13 മുതൽ വായിച്ചാട്ടെ വേഗത്തിൽ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 14 അധ്യായം 13 മുതൽ. ഹല്ലേലൂയ. അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷരും അത് കേട്ട് പട്ടണത്തിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അയ്യോ, പട്ടണത്തിൽ നിന്ന് ഇന്നെല്ലാരും പട്ടണത്തിലേക്കാണ് പോകുന്നത് അല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒന്നുകൂടെ വാക്യം വായിച്ചേ. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. എങ്ങനെ? കാൽനടയായി. ഇന്നെങ്ങനെയാ? ആമേൻ പട്ടണങ്ങളിലേക്ക് വലിയ വണ്ടി ആമേൻ പിടിച്ച് ആമേൻ അങ്ങോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ പട്ടണത്തിൽ നിന്ന് ആളുകള് ആമേൻ കാൽനടയായി യേശുവിന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്തു? ആമേൻ നടന്നു പോകാൻ കുറവാണെന്നേ. വണ്ടി ഇല്ലെങ്കിൽ ഇന്നത്തെ ആരാധന മുടക്കുകയാണ്. കാരണം വണ്ടിക്ക് പോയില്ലെങ്കിൽ ഒരു കുറവ് അല്ലേ. സ്വത്രം. കാൽനടയായിട്ട് ആമേൻ യേശുവിനെ എന്ത് ചെയ്തു? വേഗത്തിൽ 21 വരെ. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു. അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ. പട്ടണത്തിൽ നിന്ന് അവരെത്തിയത് ഇപ്പൊ എവിടെയാ? മരുഭൂമിയില്. സ്തോത്രം. ഇന്നത്തെ വലിയ ക്രൂസൈഡൊക്കെ നടക്കുന്നത് എവിടെയാ? പട്ടണത്തിനകത്താ. ഹല്ലേലൂയ. എല്ലാ സൗകര്യങ്ങളും ആമേൻ എല്ലാ ക്രമീകരണങ്ങളും ആമേൻ ഉള്ള പട്ടണത്തിനകത്താ ക്രൂസൈഡ്. പക്ഷെ അന്നത്തെ ക്രൂസൈഡ് ആമേൻ പട്ടണത്തിലുള്ളവര് കാൽനടയായി മരുഭൂമിയിലേക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാലം മാറിയെന്ന്. ഹല്ലേലൂയ. കാലങ്ങൾ മാറിയപ്പോ സംവിധാനങ്ങളും മാറിയെന്ന്. അന്ന് പട്ടണത്തിൽ നിന്ന് ആമേൻ കാൽനടയായി ആമേൻ അവന്റെ അരികിലേക്ക് ചെന്നു. ഹല്ലേലൂയ. അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാര് പറഞ്ഞു, രാത്രി ആയില്ലേ, ആമേൻ ഭക്ഷണം അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരം വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷനും പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 ഓട്ടം നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. നോക്കിക്കേ, ആമേൻ. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ
5000 പുരുഷന്മാർ. ഹല്ലേലൂയ. അപ്പോ 5000 ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ വചനം കേട്ടു. ഹല്ലേലൂയ. അവർ അത്ഭുതം കണ്ടു. അവർ ഭക്ഷണം കഴിച്ചു. അവർ തൃപ്തരായി. എന്നാൽ ശ്രദ്ധിക്കേ, ഹല്ലേലൂയ, അവനവരെ വിട്ടയച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി 14:22 എന്ന് വായിച്ചേ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞ് അയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി. നോക്കണേ, പുരുഷന്മാരെ എന്ത് ചെയ്തു? പുരുഷാരത്തെ എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. ഹല്ലേലൂയ. അവർ കേട്ടു, അവർ തൃപ്തരായി, പക്ഷെ അവർ പരിവർത്തരായില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാ ആമേൻ, ശരിയായ മാനസാന്തരം അവരിൽ എന്ത് ചെയ്തില്ല. ആമേൻ, നിത്യതയെ കുറിച്ച് അവർക്ക് എന്തുണ്ടായില്ല? കാഴ്ചപ്പാടുണ്ടായില്ല. അവർ വന്നത് എന്തിനായിരുന്നു? സൗഖ്യത്തിന് വേണ്ടി. അവർ വന്നത് എന്തിനായിരുന്നു? വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച്. അവർ വന്നത് എന്തിനായിരുന്നു? ഭൗതികമായ ചില ആമേൻ തൃപ്തികരമായ അനുഭവങ്ങൾക്ക് വേണ്ടി. ആമേൻ. യേശു അവരെ എല്ലാം എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. ഹല്ലേലൂയ. അവരിൽ എന്ത് ചെയ്തില്ല? വചനം കേട്ടിട്ട് ഒരു മാറ്റം ഉണ്ടായില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, വലിയ കൂട്ടം ദൈവത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ആസ്വദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വലിയ ക്രൂസേഡിനകത്തൊക്കെ, വലിയ കൂട്ടായ്മയ്ക്കകത്ത് വരുന്ന ജനം ആരെ ആസ്വദിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തെ ആസ്വദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവര് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് വേണ്ടി അവർ സമർപ്പിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. വലിയ കൂട്ടത്തിനകത്ത് വരുന്നവര് ആമേൻ തൃപ്തിയോടെ അവർ പോകത്തക്ക വിധത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ട്. അവർ ദൈവത്തെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അവർ സമർപ്പിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കരുതേ, അത് അനുഷ്ഠിക്കുന്നവരാകുക. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. ഹല്ലേലൂയ. ആത്മഭാരത്തോടെ അഭിഷേകത്തിലൂടെ ആമേൻ സ്വർഗ്ഗത്തിലെ ദൈവം എഴുതിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ആമേൻ. ആണ്ടിൽ നടക്കുന്ന വലിയ ക്രൂസേഡിനകത്ത് ആമേൻ വന്നിട്ട് സെൽഫി ഫോട്ടോ എടുത്ത്, ഓ ഞാൻ ഈ ക്രൂസേഡിൽ വന്നു എന്ന് ആമേൻ പോസ്റ്റ് ചെയ്തിട്ട് ലൈക്കും കമന്റും മേടിക്കുമ്പോ സംതൃപ്തരാകുന്നവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതിനകത്ത് സംതൃപ്തി അടയുന്നവരുണ്ട്. ഈ വലിയ കൂട്ടത്തിനകത്ത് ഞാനും ഇരുന്നു, ഞാനും നിന്നു, ഞാനും ഭാഗവാക്കായിരുന്നു എന്ന് ആമേൻ അതെ സംതൃപ്തരാകുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവർ ഹല്ലേലൂയ ദൈവത്തെ അനുഭവിച്ചു. ആ കൂട്ടായ്മയ്ക്കകത്ത് അവർ പലതും ആസ്വദിച്ചു. പക്ഷേ അവർ സമർപ്പിക്കപ്പെട്ടില്ല. ഹല്ലേലൂയ. അവർ സമർപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ആത്മഭാരത്തോടെ സഭയ്ക്കകത്ത് ആയിരിക്കുന്നവര് ആമേൻ ഗ്രഹിക്കുവാൻ, അനുഭവിക്കുവാൻ ആമേൻ ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ യാക്കോബ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വായിച്ചേ. യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ആ വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. കാത്തിരിക്കുന്ന കൂട്ടം ആമേൻ രൂപാന്തരപ്പെടുന്നവർ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. വചനം കേട്ട് ആമേൻ ഹല്ലേലൂയ രൂപാന്തരപ്പെടുന്നവർ. ഹല്ലേലൂയ. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 13, 14, 15 വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാട്ട്. ആമേൻ. പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1-ാം അധ്യായം 13, 14, 15 വാക്യം. അവിടെ എത്തിയപ്പോൾ അവർ പാർത്തിരുന്ന മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, തോമസ്. ഹല്ലേലൂയ. പിന്നെ ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്. ഓ, വായിക്കാൻ സമയം പോരാ. ആമേൻ. 120 പേർ. നിങ്ങളുടെ പേര് വിട്ടുപോയോ?
ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിളിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. ഇന്ന് രാത്രി ആമേൻ പേര് വിളിച്ചില്ലെങ്കിൽ പേര് വിളിക്കുന്ന ഒരു പൊൻപുലരി. ഹല്ലേലൂയ. ആമേൻ. 120 പേർ, അവർക്ക് വിശപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് ഭയമുണ്ടായിരുന്നു. ആമേൻ. അവർക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ അവർ പുറത്തു പോയില്ല. ഹല്ലേലൂയ. അവർ ഒരു മനസ്സോടെ പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ടു. പ്രവർത്തികളുടെ പുസ്തകം 1:14 നമ്മൾ വായിച്ചത് അങ്ങനല്ലേ? ആമേൻ. കാത്തിരിപ്പ് സമയം കളയലല്ല കേട്ടോ. ഇന്ന് രാത്രിയിൽ ആമേൻ ചില വിടുതലിന് വേണ്ടി, ചില മറുപടിക്ക് വേണ്ടി, ചില സൗഖ്യത്തിന് വേണ്ടി ആമേൻ നീ കാത്തിരിക്കുകയാണോ? അതോ നിന്നോട് ആമേൻ കേൾപ്പിച്ച, നീ കേട്ട ആ വചനത്തിന്റെ വാഗ്ദത്തമില്ലേ? ആമേൻ അത് കാത്തിരിക്കുകയാണോ? ഹല്ലേലൂയ. കാത്തിരിപ്പ് സമയം കളയലല്ല കേട്ടോ. ആമേൻ. ദൈവം രൂപപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ആമേൻ. വിളിച്ചവൻ, ആമേൻ തെരഞ്ഞെടുത്തവൻ, ആമേൻ നിന്നെ രൂപപ്പെടുത്തുകയാണ്. അവന്റെ അച്ചിലിട്ട് നിന്നെ പണിയുകയാണ്. ആമേൻ. അവൻ തീയിലൂടെ ശോധന ചെയ്യുകയാണ്. എന്തിനാണെന്നറിയോ? തിളക്കമുള്ള, ആമേൻ മൂല്യമുള്ള, വിലയുള്ള ഉരുപ്പിടിയായിട്ടല്ല. ആമേൻ. ദൈവത്തിന്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായി, മനോഹരമായ പാത്രങ്ങളാക്കി ദൈവം നിന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദൈവം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് കാത്തിരിപ്പ്. കാത്തിരിപ്പ് സമയം കളയലല്ല കേട്ടോ. കാത്തിരിക്കുന്നവരുടെ മേൽ ശക്തി പുതുക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31 വേഗത്തിൽ വായിക്കാം. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ചില വിഷയങ്ങൾക്കായി നീ കാത്തിരിക്കുകയാണോ? വെയിറ്റ് ചെയ്യുകയാണോ? ആമേൻ. അവൻ നിന്നെ രൂപപ്പെടുത്തുകയാ. കേവലം നിന്നെ മാത്രം തൃപ്തിപ്പെടുത്തുന്നവനല്ല, നിന്നിലൂടെ 120 പേരിലൂടെ തൃപ്തരാകുന്ന അനേകര്. അതേ മുടന്തനായി ആമേൻ ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ അമ്മയുടെ ഉദരം മുതൽ ഹല്ലേലൂയ മുടന്തനായിരുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. തൃപ്തിയില്ലാതായിരിക്കുന്നവൻ നിന്നിലൂടെ എഴുന്നേൽക്കണം. നിന്നിലൂടെ ദൈവ സന്നിധിയിലേക്ക് എത്തപ്പെടണം. അവനും നിത്യതയ്ക്ക് അവകാശിയാകണം. ഇന്ന് രാത്രി ആമേൻ കടൽക്കരയിൽ പത്രോസിനെ വിളിച്ച് അവനെ രൂപപ്പെടുത്തി, അവനെ അച്ചിലിട്ട് വാർത്ത് അവൻ നിൽക്കുന്നിടത്ത് അവന്റെ നിഴൽ തട്ടുമ്പോ സൗഖ്യമാകുന്ന ഒരു ദൈവപ്രവൃത്തി അവനിലൂടെ വെളിപ്പെടുവാൻ, അവൻ കാത്തിരിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയതുപോലെ ഇന്ന് രാത്രി ചിലരെ ദൈവം അങ്ങനെ ആമേൻ ആക്കിയിരിക്കുന്നു. അവരിലൂടെ ലോകം അതെ മാറുകയാ. ആമേൻ. ലോകത്തിന്റെ അന്ധകാര മണ്ഡലങ്ങൾ തകരുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ വായിച്ചാട്ടെ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ, ആമേൻ, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. നടക്കാൻ ബലക്കുറവാണോ? ഓടാൻ ബലക്കുറവാണോ? ആമേൻ. മുന്നേറുവാൻ സാധിക്കുന്നില്ലേ? ഒന്ന് കാത്തിരിക്കുന്ന ആ വാഗ്ദത്തത്തിന്റെ മുമ്പിൽ സ്തോത്രം പറഞ്ഞ് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. ആ പ്രശ്നത്തിന്റെ മീതെ, ആ പ്രതികൂലത്തിന്റെ മീതെ, ആ തകർച്ചയുടെ മീതെ, ആ വെല്ലുവിളിയുടെ മീതെ, ആ വിരൽ ചൂണ്ടുന്നവർ കാണെ നീ അടിവെച്ച് ഉയരുവാൻ നിന്നെ ശക്തീകരിക്കുന്ന ഉയരത്തിലെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. വലിയ കൂട്ടത്തിൽ നിന്ന് പുറത്തു വരൂ. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന കൂട്ടത്തിലേക്ക് കടക്കൂ. ആമേൻ. വെളിപ്പാട് പുസ്തകം ആമേൻ 18:4. ഹല്ലേലൂയ. എന്റെ ജനമേ അവളിൽ നിന്ന് പുറപ്പെടുവീൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. വേറൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്നും പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ഭാഗങ്ങളിൽ ഓഹരിക്കാരാകാതെയും ഓഹരിക്കാരുമാകാതിരിപ്പാൻ അവളെ വിട്ടു പോരുവിൻ. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ നിന്റെ ചാർച്ചക്കാരെയും ദേശക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ആമേൻ പോകുവാൻ നീ തയ്യാറായാൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ലോത്ത് ആമേൻ ഓടി. പക്ഷെ ലോത്തിന്റെ ഭാര്യ ആമേൻ ശരീരം കൊണ്ട് ഓടിയെങ്കിലും മനസ്സുകൊണ്ട് ഓടാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇന്നും അവൾ ഉപ്പുതൂടായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ജനമേ അവളിൽ നിന്ന് പുറപ്പെടുവീൻ.
ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിൽ നിന്ന് മാത്രമല്ല, ഉപരി വിപ്ലവ വിശ്വാസത്തിൽ നിന്നുള്ള വിളിയാണ്. ഹല്ലേലൂയ. ആമേൻ. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം വേഗത്തിൽ വായിച്ചാലും. ഹല്ലേലൂയ. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയില്ല. ആമേൻ. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ശ്രദ്ധിച്ചേ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോകക്കാരെ പോലെ അല്ലെ, ഈ ലോകത്തിൽ ഒത്തിരി ആളുകൾ കൂടുന്ന വലിയ വലിയ കൂട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആമേൻ. അവിടെ ഉണ്ട് ഭക്ഷണമെന്ന്, അവിടെ ഉണ്ടെന്ന് സ്റ്റേജ് എന്ന്, അവിടെ ഉണ്ടെന്ന് ആമേൻ സൗണ്ട് സിസ്റ്റം എന്ന്, അവിടെ ഉണ്ടെന്ന് ഓർക്കസ്ട്ര എന്ന്, അവിടെ ഉണ്ടെന്ന് ഭക്ഷണമെന്ന്, അവിടെ ഉണ്ടെന്ന് അത്ഭുതമെന്ന്, അവിടെ ഉണ്ടെന്ന് അടയാളമെന്ന് ഇല്ലേ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകക്കാരെ പോലാകാതെ ആമേൻ ഡിജെ സിസ്റ്റം ഒക്കെ വെച്ച് ആമേൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ വെച്ച് ഹല്ലേലൂയ നിങ്ങൾ ഈ ലോകക്കാരെ പോലാകാതെ ഹല്ലേലൂയ നിങ്ങൾ രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. വലിയ കൂട്ടമുണ്ട്, ആത്മനിറവും കൃപാവര ശുശ്രൂഷയും എവിടെ? പ്രൈസ് ദി ലോർഡ്. പ്രവർത്തികളുടെ പുസ്തകം 2:1 മുതൽ ആമേൻ വായിക്കുമ്പോൾ ആമേൻ അവിടെ പരിശുദ്ധാത്മാവ് വലിയ കൂട്ടത്തിലേക്കല്ല, കാത്തിരിക്കുന്ന കൂട്ടത്തിലേക്കാണ് ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അതെ, ഹല്ലേലൂയ. ആത്മാവ് നിറവ് ഹല്ലേലൂയ ജനക്കൂട്ടത്തിന്റെ ഫലമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാത്തിരിപ്പിന്റെ പ്രതിഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ആമേൻ എഴുതിയിരിക്കുന്നത്, ആത്മാവിനെ കെടുത്തരുത്, ആത്മാവിനെ അണയ്ക്കരുത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പി, സകലവിധ ദോഷവും വിട്ടൊഴിയുവീൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ അനന്യമായി വെളിപ്പെടും വണ്ണം. ആമേൻ. ഈ കാലഘട്ടത്തിനുള്ള വെളിപ്പാട് ഇന്ന് സഭയിൽ ഹല്ലേലൂയ ഉണ്ടോ? ഹല്ലേലൂയ. കേൾക്കുന്നവരേറെയാണ് അല്ലെ, കേൾക്കാൻ വേണ്ടി വരുന്നവരേറെയാണ്, കാത്തിരിക്കുന്നവർ കുറവാണ്. ഹല്ലേലൂയ. പ്രസംഗങ്ങൾ കൂടുതലാണ്, പ്രാർത്ഥന കുറവാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാ, നീ ജീവിക്കുന്നു എന്ന് പേരുണ്ട്, പക്ഷേ നീ മരിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ദൈവം പറയുന്നു ആമേൻ. റോമാലേഖനം 11:5. ഹല്ലേലൂയ. ഞാൻ ശേഷിപ്പിനെ അന്വേഷിക്കുന്നു. റോമാലേഖനം ആമേൻ 11-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. ഹല്ലേലൂയ. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. അങ്ങനെ ഈ
കാലത്തിലും അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് പ്രസംഗത്തിന്റെ അവസാനമല്ല. ആമേൻ. ഇത് തീരുമാനത്തിന്റെ നിമിഷമാണ്. ആമേൻ. ഇന്ന് ദൈവാത്മാവ് സഭയോട് വ്യക്തമായി പറയുന്നു, ഇനിയും നീ നിൽക്കുന്നുവെങ്കിൽ ആമേൻ, നീ ഹല്ലേലൂയ കൂട്ടത്തിലായിരിക്കും. ആമേൻ. പക്ഷേ നീ കാത്തിരിക്കുന്നവരിൽ ആയിരിക്കില്ല. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന സമയമല്ല, അതേ മാറുന്ന സമയമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറയുന്നു, വലിയ കൂട്ടത്തിൽ ഞാൻ നിന്നെ മറക്കില്ല, കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ആമേൻ നിന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. എന്നെ കാത്തിരിക്കുന്നവർ ലജ്ജിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇന്ന് നീ ജനക്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുന്നുവെങ്കിൽ ഈ നിമിഷം ദൈവം നിന്നെ പുറത്തേക്ക് വിളിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ആമേൻ, കേട്ടിട്ടും മാറാത്ത കാലം ഇനി ഞാൻ സഹിക്കുകയില്ല. ആമേൻ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയം എന്ത് ചെയ്യരുത്? കടുപ്പിക്കരുത്. ആമേൻ. സങ്കീർത്തനം 95 ആമേൻ 7-8 വാക്യം. ആമേൻ. ഇത് നാളേക്കുള്ള വിളിയല്ല. ആമേൻ. ഇത് ഇന്നത്തേക്കുള്ള വിളിയാണ്. ദൈവം പറയുന്നു, ആമേൻ, നിന്റെ കാത്തിരിപ്പ് ഞാൻ രേഖപ്പെടുത്തി, നിന്റെ മുകളിലത്തെ മുറി ഞാൻ സന്ദർശിക്കും, കാത്തിരിക്കുന്നവരെ ഞാൻ ശക്തിയോടെ നിറയ്ക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ തീ വീണ്ടും കാത്തിരിക്കുന്ന ഹൃദയങ്ങളിൽ ആമേൻ ഇറങ്ങുന്ന രാത്രിയാണ്. ദൈവം പറയുന്നു, അന്ത്യകാല ഉണർവ് വലിയ വേദികളിൽ നിന്നല്ല, മുട്ടുകുത്തിയ ആമേൻ മുറികളിൽ നിന്നാണ്. ആമേൻ. ശേഷിപ്പ് ആമേൻ ഹല്ലേലൂയ അതേ രക്ഷിക്കപ്പെടുവാൻ ഇടയാകുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ദൈവം നിന്നെ ശേഷിപ്പിലേക്ക് വിളിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ നിന്റെ ഹൃദയത്തോട് ദൈവം ചോദിക്കുന്നു, ആമേൻ, നീ കേൾക്കുന്നവനായി തുടരുമോ, അല്ലെങ്കിൽ കാത്തിരിക്കുന്നവനാകുമോ? ആമേൻ. ഞാൻ ആമേൻ അതെ വാതിക്കൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ഹല്ലേലൂയ 20-ാം വാക്യം വേഗത്തിൽ വായിക്കാം. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ചിലരോട് ഇടപെടുകയാണ്, ചില കുടുംബത്തോട് ഇടപെടുകയാണ്. വെളിപ്പാട് 3:20. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വാതിൽ തുറക്കുന്നവർ ആമേൻ കൂട്ടത്തിലില്ല. ആമേൻ. വാതിൽ തുറക്കുന്നവർ കൂട്ടത്തിലല്ല, ആമേൻ ബന്ധത്തിൽ ആയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, ഇന്ന് രാത്രി ആമേൻ കൂട്ടത്തിന്റെ ആ ശബ്ദത്തിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചതിന് നന്ദി കർത്താവേ. ഞങ്ങളെ കാത്തിരിക്കുന്നവരാക്കി ആമേൻ ആമേൻ പരിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ തീ ഇപ്പോ ഈ ലൈവിൽ പങ്കാളിത്തം വഹിക്കുന്ന, ഈ ലൈവ് കാണുന്ന, വരും ദിനങ്ങളിൽ ഈ ലൈവ് ആമേൻ കാണുന്ന ഓരോ ഹൃദയത്തിലും ഓരോ ജീവിതങ്ങളിലും ആമേൻ ഇറങ്ങട്ടെ. ഭയം പൊളിയട്ടെ, പാപബന്ധനങ്ങൾ തകരട്ടെ, ഉണർവ് ആരംഭിക്കട്ടെ. ഞങ്ങൾ കൂട്ടത്തിലല്ല, വാഗ്ദത്തത്തിൽ നിലനിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് നിന്നെ വിളിക്കുന്നു, കൂട്ടത്തിൽ നിന്ന് പുറത്തു വരുവാൻ, കാത്തിരിക്കുന്നവരിൽ ചേരാൻ. ഇത് കേൾക്കൽ അല്ല, പ്രതികരിക്കേണ്ട നിമിഷമാണ്. കർത്താവേ, ഞങ്ങളെ കേൾക്കുന്നവരായി മാത്രം ആമേൻ ഹല്ലേലൂയ ഇനി നിൽക്കുവാൻ ആമേൻ അനുവദിക്കരുത് കർത്താവേ. നിലനിൽക്കുവാൻ അനുവദിക്കരുത് കർത്താവേ. കാത്തിരിക്കുന്നവരാക്കി അതേ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ തീ വീണ്ടും ജ്വലിക്കുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ആ മാളിക മുറിയിൽ ആമേൻ കാത്തിരുന്നവരുടെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ
ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ തീ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരുടെ മേൽ പകരണമേ കർത്താവേ. ആമേൻ, ആമേൻ. ഉയർപ്പിന്റെ പുലരിയിൽ എഴുന്നേറ്റ് അങ്ങേ ആരാധിക്കുവാൻ, ആമേൻ, സാക്ഷ്യത്തോടെ കൂടുവാൻ ഇടയാകട്ടെ കർത്താവേ. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ആമേൻ അഭിഷേകം ചെയ്യപ്പെടട്ടെ. ആമേൻ. പത്രോസ് ആമേൻ അത് ചെന്നെടുത്ത് ആമേൻ രോഗികൾ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. ആമേൻ. 3000 പേർ ദൈവസഭയിൽ പ്രവേശിക്കുവാൻ ഇടയായി. അങ്ങനെ ഒരു ശുശ്രൂഷ, ദൈവകൃപയുടെ ജ്വലന ഈ തലമുറയിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി കർത്താവേ, ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. സ്വർഗം അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവർത്തികളാൽ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് ദൈവസഭയെ ആമേൻ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് രാത്രി സ്വർഗം അനുഗ്രഹിക്കണമേ. മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ അർപ്പിച്ച പുണ്യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മയിലൂടെ ഉദ്ദേശിച്ചത് എന്ത് എന്ന് ആമേൻ അതേ സുരേഷ് ഷിച്ചു ചോദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. ആമേൻ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ ആത്മാവിന്റെ പകർച്ച ഉണ്ടായത് 5000 ആമേൻ അതേ സ്ത്രീകളും 5000 പുരുഷന്മാരും അവരുടെ മക്കളും അല്ല, 5000 പുരുഷന്മാരും അവരുടെ സ്ത്രീകളും മക്കളും കൂടിയെടുത്തല്ല വെളിപ്പെട്ടത്. ആമേൻ. പിതാവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ യേശുവിന്റെ വാക്ക് കേട്ട് ആ മാളിക മുറിക്കകത്തിരുന്ന 120 പേര് ഒരു മനപ്പെട്ട് ഏകാഗ്രതയോടെ ഒരു മനസ്സോടെ ആമേൻ ഇരുന്നപ്പോൾ അവിടെ വെളിപ്പെട്ട ആത്മാവിന്റെ സാന്നിധ്യമാണ് ആമേൻ ആമേൻ പ്രവർത്തികളുടെ പുസ്തകത്തിൽ ആമേൻ ദൈവസഭയുടെ ആമേൻ ചരിത്രം ആമേൻ കുറിക്കുവാൻ ഇടയായത്. അത് ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് ആമേൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കാത്തിരിക്കുന്നത് വൃഥാവാകത്തില്ല. ദൈവനാമം അതേ കൂട്ടായ്മയിലൂടെ മഹത്വപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഉദ്ദേശിച്ചത് ആമേൻ ഈ സന്ദേശം കേൾക്കുന്നവർ ഹല്ലേലൂയ ആമേൻ കാത്തിരിക്കണം. ആമേൻ. ദൈവം ആമേൻ അതേ അരുളി ചെയ്ത വാഗ്ദത്തം പ്രാപിപ്പാൻ ആമേൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആമേൻ മഹിമ കണ്ട സാക്ഷിയായി നിലകൊള്ളുവാൻ ഇടയാകണം. ദർശനമുള്ളവരായി, കാഴ്ചപ്പാടുള്ളവരായി, നിത്യജീവൻ അവകാശിയായി ആമേൻ ജനം അതേ മാറ്റപ്പെടണം. ആമേൻ. പത്രോസ് ആ കൂട്ടത്തിൽ നിന്ന് അത് എഴുന്നേറ്റ് പ്രസംഗിച്ചത് ഇങ്ങനെയാ: നിങ്ങൾ ക്രൂശിച്ച നസറനായ യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ പിതാവായ ദൈവം എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷമാകുമ്പോൾ രക്ഷിക്കപ്പെടുന്നവർക്ക് ആമേൻ അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാ. ഇന്ന് രാത്രിയിലും ആ ദൈവശക്തി അനേകരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ, അനേകരെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാ. ആമേൻ. ഹല്ലേലൂയ. അത് മാത്രമാണ്, ദൈവനാമ മഹത്വം മാത്രമാണ് ആമേൻ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിലൂടെ ആമേൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് വലിയ കൂട്ടത്തിനകത്ത് ഞാൻ പോയി ആമേൻ ഇരുന്നു, അല്ല ഞാൻ കേട്ടു, ഞാൻ കണ്ടു, പലതും കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനായി ആത്മശക്തിയോടെ ലോകത്തിന്റെ അറ്റത്തോളം മഹിമ കണ്ട സാക്ഷിയായി ആമേൻ ഓടുവാൻ, അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ, ജീവിപ്പാൻ, സുവിശേഷത്തിന്റെ വക്താക്കളാകുവാൻ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഗോഡ് ബ്ലെസ് യു. സീ യു അഗൈൻ. ദൈവം അനുവദിച്ചാൽ നാളത്തെ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. സമയവും സന്ദർഭവും സാഹചര്യവും നിങ്ങൾക്ക് അനുവദനീയമെങ്കിൽ കൂടി വരിക, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. See you again. God bless you.